ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ത്യൻ ഓർത്തഡോക്സ് റേഡിയോയിൽ വിശുദ്ധ നോമ്പിന്റെ ധ്യാന ചിന്തകളുമായി മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സ്റ്റീഫൻ വർഗീസ് അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ത്യൻ ഓർത്തഡോക്സ് റേഡിയോയിലെ പ്രേക്ഷകർക്കും പ്രത്യേകാൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പരിശുദ്ധ നൊയമ്പിൻ്റെ തീവ്രതയിലായിരിക്കുന്നല്ലോ നമ്മളെല്ലാവരും. ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവൻ, പ്രാർത്ഥനയുടെ അനുരണനങ്ങൾ സൃഷ്ടിക്കുന്നവൻ എന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 14-ാം വാക്യം, 4-ാം അധ്യായം 24-ാം വാക്യം, 10-ാം അധ്യായം 9-ാമത്തെ വാക്യം, 12-ാം അധ്യായം 5-ാമത്തെ വാക്യം എന്നീ വേദഭാഗങ്ങളിലൊക്കെ ഒരു പ്രത്യേക സമൂഹത്തെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. സത്യക്രിസ്ത്യാനി പ്രാർത്ഥനാ മനുഷ്യനായിരിക്കും എന്നുള്ളത് നാം തിരിച്ചറിയും. സഭയെന്നാൽ പ്രാർത്ഥിക്കുന്ന സമൂഹമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ തുടരെ വായിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശ്രേഷ്ഠമായ ആയുധം പ്രാർത്ഥനയാണ്. അവരെ ഭരിച്ചിരുന്നത് ഭരണഘടനയും നിയമ സംവിധാനവുമായിരുന്നില്ല, മറിച്ച് പരിശുദ്ധാത്മാവും ആത്മീയതയുമായിരുന്നു അവരെ വഴി നടത്തിയിരുന്നത്. ഇന്നും ക്രൈസ്തവ സമൂഹത്തെ ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ശക്തമായി നിൽക്കുന്നത് ദൈവ ചൈതന്യവും ദൈവീക ശക്തിയും ആത്മീയ ജീവിതത്തിലെ വിശ്വാസത്തിലൂടെ ആർജിച്ചെടുത്ത പ്രാർത്ഥനയുടെ അനുരണനങ്ങളാണ്. നമ്മുടെ വലിയ നൊയമ്പിലെ പ്രാർത്ഥനകളിൽ നമ്മൾ ശ്രേഷ്ഠമായി പാടാറുണ്ട്, 40 നോമ്പിനെ നോക്കുക നീ, തീറ്റുക തേനില്ലാത്തവരെ, ഈശായി സുതനൊപ്പം നീ, പ്രാർത്ഥിക്കുക ദിനം 7 ഊഴം. പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മനോഹരമായ ചില കവിവാക്യങ്ങളിലൂടെയാണ്. വേദപുസ്തകത്തിലൂടെ വീണ്ടും നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഇത് ഒരു പ്രാർത്ഥനാ സമൂഹത്തിൻ്റെ ജീവിത അനുഭവമായിരുന്നു. വേറെ ആരെയും ആശ്രയിപ്പാൻ തക്കവണ്ണം അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ ആ സമൂഹം പ്രാർത്ഥനയിൽ കൂടി പ്രതിബന്ധങ്ങളെയും ചങ്ങലകളെയും തകർത്ത് കഴുകന്മാരെ പോലെ ഉന്നതിയിലേക്ക് കയറി. സ്വർഗീയൻ്റെ ശക്തിയിൽ അവർ ഭൂമിയെ തലകീഴായി മറിച്ചു. ചരിത്രം അതുവരെ കണ്ടിട്ടുള്ളതിലേക്കും വലിയ സാമ്രാജ്യത്തെ ചീട്ടുകൊട്ടാരം പോലെ തരിപ്പണമാക്കുന്നതും കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി നമ്മെ ഓർപ്പിക്കുന്നത് ശിഷ്യന്മാരുടെ കാരാഗ്രഹ ജീവിതങ്ങളെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട്. കാരാഗ്രഹങ്ങളെ കുലുക്കുവാനും ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുവാനും രോഗികൾക്ക് സൗഖ്യം ലഭിക്കുവാനും തക്കവണ്ണം അവരുടെ പ്രാർത്ഥനയുടെ ശക്തി അതിശ്രേഷ്ഠകരമായിരുന്നു. കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും താഴ്വാരങ്ങളിലാണ് ദൈവം സമീപസ്ഥനാകുന്നത് എന്ന് രുചിച്ചറിയുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഒരിക്കലും തള്ളാത്തവൻ്റെ സ്നേഹം നമുക്ക് ബലം നൽകുന്നു എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ആവേശവും ജീവിതത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയുക്തമാക്കുന്ന അടിസ്ഥാന ശിലകളിൽ ഒന്നാണ്. പരിശുദ്ധനായ പരമൽ തിരുമേനിയുടെ വാചകങ്ങൾ നമുക്ക് വളരെ കുഞ്ഞുനാൾ മുതൽ തന്നെ അറിയാവുന്നതാണ്. അത് ഇവിടെ എടുത്തു പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ശുഭാപ്തി ദർശനത്തിൻ്റെ പ്രവാചകൻ എന്ന അപരനാമത്തിൽ ആഗോള പ്രസിദ്ധനായ റവറൻഡ് ഡോക്ടർ നോർമൻ വിൻസെന്റ് പീൽ ദ പവർ ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ ശക്തി എന്ന സുപ്രസിദ്ധ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്നു എന്ന് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുകയും
കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തോട് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥന സാർവത്രികമാണ്, അത് അതുല്യമാണ്. സാധു സുന്ദർ സിംഗ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, ദൈവം നൽകിയിരിക്കുന്ന അവകാശവും അനുഗ്രഹവുമാണ് പ്രാർത്ഥന എന്നത്. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയും സകലത്തിൻ്റെയും ഉടയവനായി കോടിക്കണക്കിന് മാലാഖമാർ ആരാധിക്കുന്നവനോട് ഒരു നിമിഷത്തിനകം നമുക്ക് ബന്ധം പുലർത്താം. ഈ ലോകത്തിലെ ഒരു വലിയ രാഷ്ട്രാധിപനോടോ പ്രധാനമന്ത്രിയോടോ നമുക്ക് സംസാരിക്കണമെങ്കിൽ എവിടെയെല്ലാം ആരെയെല്ലാം സമീപിച്ച് അപേക്ഷിച്ചാൽ 6 മാസം കഴിഞ്ഞ് ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ 2 മിനിറ്റ് സമയം നമുക്ക് അനുവദിച്ചു കിട്ടിയാൽ ഭാഗ്യം. എന്നാൽ ഇതാ സർവശക്തൻ നമ്മുടെ ശബ്ദം കേൾക്കാൻ എപ്പോഴും കാത്തിരിക്കുന്നു. കണ്ണുനീരോടെ ഹാഗർ ബേർഷേബ മരുഭൂമിയിൽ ഏകയായി പ്രാർത്ഥിച്ചു. ആ മരുഭൂമിയുടെ മധ്യത്തിൽ അവളുടെ മകനു വേണ്ടി ദൈവം ഒരു ഉറവ തുറന്നു കൊടുത്തു. മച്ചിയായി നിന്ദിതയായി തീർന്ന ഹന്ന കണ്ണുനീരോടെ ദൈവസന്നദ്ധിയിൽ ഹൃദയം പകർന്നു. ലോകത്തിന് ഒരിക്കലും മറക്കുവാൻ കഴിയാത്തത്ര ശ്രേഷ്ഠനായ മകനെ ശമൂവേലിനെ ദൈവം അവൾക്ക് കൊടുക്കുകയാണ്. ലോകചരിത്രത്തിൽ നമുക്കറിയാം, കണ്ണുനീരോടെ മോണിക്ക വഷളനായ പ്രിയ മകൻ അഗസ്റ്റിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അനേക വർഷം പ്രാർത്ഥിക്കുകയാണ്. കത്തോലിക്ക സഭാ ചരിത്രം എന്നെന്നും മാനിക്കുന്ന അതിവിശുദ്ധരായ അഗസ്റ്റിനും മോണിക്കയും ഇന്ന് അറിയപ്പെടുകയാണ്. ഇതുപോലെ നമ്മുടെ കൺമുമ്പിൽ എത്രയെത്രയോ സംഭവങ്ങൾ നമുക്ക് പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ചു എന്ന് സാക്ഷിക്കുവാനുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ കർത്തവ്യം, പ്രാർത്ഥിക്കുവാനുള്ള അവകാശം നമുക്കുണ്ട് എങ്കിൽ തന്നെയും എങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് ദൈവം കൈക്കൊള്ളുന്നത് എന്നുള്ളത് നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം പുറമേയുള്ള പ്രവൃത്തികളെ അല്ല, അകമേ ഹൃദയമാണ് നോക്കുന്നത്. യഹൂദനും ക്രിസ്ത്യാനിയുമല്ലാത്ത റോമൻ ശതാധിപനായ കോർനെല്യോസിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നവനാണെന്ന് അവർ ഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമൂഹം തിരിച്ചറിയുകയാണ്. ആവശ്യബോധത്തോടും കണ്ണുനീരോടും പൂർണ്ണാശ്രയത്തോടും കൂടെ ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. നമ്മുടെ ക്രിസ്തുവാണ് സകല വാഗ്ദാനങ്ങളുടെയും നന്മയുടെയും കാരണഭൂതൻ. ദൈവത്തിൻ്റെ കൂടെ നടന്ന ഒടുവിൽ മരണം കൂടാതെ തേജസ്സിൽ പ്രവേശിച്ച ഹാനോക്കിനെ നമുക്ക് അറിയുവാൻ കഴിയും. ദൈവത്തിൻ്റെ സ്നേഹിതനായി സീനായ് മലയിൽ അനേക നാൾ ദൈവത്തോട് സംസർഗം ചെയ്ത മോശ മരിച്ചപ്പോൾ ദൈവം തന്നെ മോശയുടെ ശവസംസ്കാരം നടത്തി, അഥവാ അവനെ ഉടനെ തേജസ്സിലേക്ക് കൈക്കൊണ്ടു എന്ന് ചില ഭക്തന്മാർ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് ദൈവവചനവും അനേക വിശുദ്ധന്മാരുടെ അനുഭവ സാക്ഷ്യവും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ളതിലേക്കും അതിശ്രേഷ്ഠമായ അനുഗ്രഹമാണ് പ്രാർത്ഥന എന്ന്. തേജോമയനായ നിത്യനായ സർവശക്തനായ ദൈവത്തോട് നിമിഷം കൊണ്ട് ബന്ധം പുലർത്തി ആ ജീവനുള്ള സ്നേഹനിധിയായ പിതാവിൻ്റെ സ്നേഹവും ആശ്വാസവും സമാധാനവും പ്രാപിപ്പാൻ മനുഷ്യന് കഴിയും എന്നത് ആധുനിക ലോകത്ത് എത്രയോ അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. പ്രശസ്ത തത്വചിന്തകനായ സോക്രട്ടീസ് പറഞ്ഞു, നിന്റെ സ്നേഹിതൻ ആരാണെന്ന് പറയൂ, ഞാൻ നിന്റെ സ്വഭാവം പറയാം. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും സ്വഭാവത്തിൽ വന്ന മാറ്റം കണ്ട യഹൂദ മതത്തിലെ പ്രമാണികളും ശാസ്ത്രിമാരും മൂപ്പന്മാരും പറഞ്ഞത് ഇവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നായിരുന്നു. കർത്താവിനോട് സംസർഗം ചെയ്യുന്നവന് കർത്താവിൻ്റെ സ്വഭാവം ലഭിക്കും. പ്രാർത്ഥിക്കുന്നവൻ യേശുവിനോട് അനുരൂപൻ ആകും. ഒരിക്കൽ ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞു, പലതും മാറുന്നതിനായി ഞാൻ പ്രാർത്ഥിച്ചു. ഒടുവിൽ ഞാൻ തിരിച്ചറിഞ്ഞു, മാറിയത് ഞാൻ ആണെന്ന്. ശരിയായി പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന്, മനസ്സിനും ആത്മാവിനും രൂപാന്തരം വരുത്തും. നമ്മുടെ കർത്താവ് മറുരൂപമലയിൽ പോയി പ്രാർത്ഥിച്ചു. ഉടനെ അവൻ രൂപാന്തരപ്പെട്ട് സൂര്യനെ പോലെ ശോഭ നിറഞ്ഞവനായി. സീനായ് മലയിൽ മോശ ദൈവസന്നദ്ധിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ
അവൻ്റെ മുഖ തേജസ് കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അവനെ നോക്കുവാൻ പ്രയാസമായതിനാൽ മുഖത്ത് അവനൊരു മൂടുപടം ഇടേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, സാധു സുന്ദർ സിംഗിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ചരിത്ര പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ കഴിയും. സാധു സുന്ദർ സിംഗിനെ കടന്നൽ കുത്തി മുഖവും ശരീരവും നീരുവെച്ചു. പക്ഷേ തൻ്റെ ധ്യാനത്തിൽ അതൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. പ്രാർത്ഥനയുടെ ഏകാഗ്രത 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9 നാം ഇങ്ങനെ വായിക്കുന്നു: തന്നിൽ ഏകാഗ്രചിത്തനായിരിക്കുന്നവനിൽ തൻ്റെ ബലം കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ആര് ഏകാഗ്രതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ അവനിൽ കൂടെ ദൈവം തൻ്റെ ശക്തിയും മഹത്വവും വെളിപ്പെടുത്താൻ കാത്തിരിക്കുന്നു. യോശുവ അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ഏകാഗ്രതയോടെ ദൈവത്തിൽ ആശ്രയിച്ചു. സൂര്യൻ അസ്തമിച്ചാൽ യുദ്ധത്തിൽ ഭയങ്കര പരാജയം സംഭവിക്കുന്നതിനാൽ സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കൂ എന്ന് കൽപ്പിച്ചു. സൂര്യൻ നിന്നു, ചന്ദ്രൻ നിശ്ചലമായി. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഏകദേശം 1 ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യോശുവ പ്രവാചനം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. സൗരയൂഥം പ്രാർത്ഥനയാൽ നിർത്തിയവൻ പ്രാർത്ഥനാ മനുഷ്യനായ ഏലിയാവ് കൽപ്പിച്ചു, 3.5 വർഷം മഴ പെയ്യില്ല. അതുപോലെ തന്നെ 3.5 വർഷം മഴ പെയ്തതേയില്ല. പിന്നീട് ഏലിയാവ് 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. കൈപ്പത്തി പോലെ ഒരു മേഘം വന്ന് വലിയ മേഘമായി, കാർമേഘ പടലമായി, ഭയങ്കര മഴയായി ഭൂമിയിലേക്ക് വീഴുകയാണ്. മനുഷ്യൻ്റെ പ്രാർത്ഥന പ്രകൃതി ശക്തികളെ പോലും നിയന്ത്രിക്കുന്നു. പരിശുദ്ധനായ പരിമലക്കൊച്ചു തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് എത്രയോ മാതൃകയാണ്. പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കുന്ന ആത്മീയ പിതാവിൻ്റെ ജീവിത ചൈതന്യം നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമല്ലേ? നോമ്പുകാലത്തും മാത്രമല്ല, ദൈവം എത്ര നാൾ ആയുസ് തന്നുവോ അത്രയും കാലം പ്രാർത്ഥനയുടെ ഭിത്തിയാൽ ബലപ്പെടേണ്ട ഒരു ജീവിതശൈലി നമുക്ക് ഉണ്ടാകേണ്ടേ? WCCയുടെ 1ാമത്തെ പ്രസിഡൻ്റായിരുന്ന ജോൺ ആർ മോട്ട് പ്രാർത്ഥന സംബന്ധിച്ച് ഇപ്രകാരം ഒരു വാചകം എഴുതി: വായിച്ചതുകൊണ്ടായില്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങാം. പ്രായോഗികമായി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവൻ അനേകം വൻ കാര്യങ്ങളെ നേടിയെടുക്കുവാൻ സാധിക്കും. ശത്രുക്കളിൽ നിന്ന് വിടുതലിനായി പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനക്കാരനെ നമ്മൾ ദർശിക്കുന്നുണ്ട്. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥനയുടെ ജീവിതശൈലി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കണം. തിരുവചനം നമ്മെ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാമത്തെ വാക്യം: നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വന്ന് ലഭിക്കുന്ന മറുപടികൾ 3 വ്യത്യസ്ത തരങ്ങളിലാണ്. നമ്മുടെ അനുതാപ ഹൃദയത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് അനുകൂലമായ മറുപടി യെസ് എന്ന ഉത്തരം ലഭിക്കുന്നുണ്ട്. അനുതാപമില്ലാത്ത പ്രാർത്ഥന മറുപടികൾ നമുക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ ലഭിക്കണം എന്നില്ല. നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് നോ എന്ന മറുപടി ലഭിക്കും. അത് നമുക്ക് പലപ്പോഴും ആസ്വാദ്യകരം ആയിരിക്കണമെന്നില്ല. പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കുന്നത് ദേവാലയത്തിൽ പോയി. പരീശൻ തൻ്റെ സൽപ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രശംസിച്ചു. തനിക്ക് മറുപടി ലഭിച്ചില്ല. ചുങ്കക്കാരൻ അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം അല്പം കാത്തിരിക്കുക എന്ന ഒരു സന്ദേശം ലഭിച്ചാൽ നമ്മളും ചിലപ്പോഴൊക്കെ അസ്വസ്ഥരാകാറുണ്ട്. യഹോവയ്ക്കായി കാത്തിരിക്കുക. സങ്കീർത്തനക്കാരൻ യഹോവയ്ക്കായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം മറുപടി തരുന്നതുവരെ കാത്തിരുന്നു പ്രാർത്ഥിച്ചു. ദൈവശബ്ദം ശ്രവിക്കുന്നതിന് ക്ഷമ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന കർത്തൃപ്രാർത്ഥന
രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. വിഷയ സംബന്ധമായ പ്രാർത്ഥനകൾക്ക് ആധുനിക ക്രൈസ്തവ ലോകത്ത് വളരെ പ്രാധാന്യം ഏറുന്നുണ്ട് എങ്കിൽ തന്നെയും ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ്. വലിയ നോയമ്പിലെ പ്രാർത്ഥനകൾ നമുക്ക് ഇതിന് പ്രേരകമായി നിൽക്കുകയാണ്. എന്നെ ആകൽക്കർസായെ ജയിക്കുവാനുള്ള ഒരു ജീവിതശൈലി പഠിപ്പിക്കണമേ. എൻ്റെ നോമ്പും പ്രാർത്ഥനയും ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഈ ലോകത്തിൻ്റെ പൈശാചിക പോരാട്ടങ്ങൾ എതിർത്തു നിന്ന് അതിനെ പരാജയപ്പെടുത്തുവാൻ ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിക്കാം. പ്രാർത്ഥനയിലൂടെ നമുക്ക് വളരാം. ഈ ലോകത്ത് എന്തെല്ലാം നമ്മുടെ നേരെ മുഷ്ടി ഉയർത്തിയാലും ഞാൻ പ്രാർത്ഥന കൊണ്ട് അതിനെ നേരിടും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകുന്നുവെങ്കിൽ അനേകം വൻ കാര്യങ്ങൾ ക്രിസ്തുവിനു വേണ്ടി ഈ ലോകത്ത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ചെറിയ ചിന്തകൾ ഇവിടെ സമാപിപ്പിക്കുന്നു.